യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങനെ ഒളിച്ചോടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ കണ്ട നാടകമൊക്കെ കളിച്ച് ആ അജയനെ ഹണി ട്രാപ്പിൽ പെടുത്തി നിന്നെ അവിടെ കൊണ്ടാക്കിയത്. തല പോയാലും നീ അവിടെ പിടിച്ചിരിക്കണം. ഇനി എന്താ വേണ്ടതെന്ന് ഓരോന്നായി ഞാനങ്ങ് പറഞ്ഞുതരാം. നീ അങ്ങ് അനുസരിച്ചാ മതി. നീ ഒന്നും പറയണ്ട. എന്റെ പൊന്ന് സരയു, ഞാൻ പറഞ്ഞ നിനക്കെന്താ മനസ്സിലാവാത്തെ? അജയുടെ നിന്നെ പറ്റിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്തരക്കാരൻ നെഹി. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്കെന്തോ മനസ്സിലാവാത്തെ? എനിക്കില്ലെന്ന്. മാറില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞ ഞായറാഴ്ച ഞാൻ നിന്റെ ആൾ. എന്താ എന്തോടി? നിങ്ങൾ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അതോ എന്റെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? അയ്യേ, നീ എന്തിനതൊക്കെ അറിയുന്നത്? എന്റെ ഭാര്യ പോലും ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല, അറിയോ? അതിന്റെ കുഴപ്പം ഇതൊക്കെ. നേര് പറഞ്ഞേ, ഏതാ അവള്? ഏതവള്? ഇപ്പൊ നിങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നവള്. ഇത് വലിയ കഷ്ടമായല്ലോ. ഇപ്പൊ കഷ്ടമാണെന്ന് തോന്നും. എന്നോടുള്ള കൗതുകം തീർന്നല്ലോ. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നോട് ഒലിപ്പിച്ചോണ്ടിരുന്നത്? എന്റെ പൊന്നു മോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നീ അല്ലാതെ വേറൊരു പെണ്ണുമായിട്ടും യാതൊരു ബന്ധവുമില്ല. എന്തിന്? എന്റെ ഭാര്യയോട് പോലും എനിക്കൊരു ബന്ധവുമില്ല. എന്നാ പിന്നെ ഫോണിങ് കാണിച്ചേ. നിങ്ങൾ ആരോടാ സൊള്ളിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൊള്ളിയെന്നോ? എന്തൊരു വൃത്തിയുടെ വാക്കേ പറയുന്നത്? ഞാനോ സൊള്ളിയെന്ന്? ദൈവദോഷം പറയില്ലേ സിന്ധു. നീയാണ്. നമ്മുടെ ദിവ്യ പ്രണയമാണ് സത്യം. ഞാൻ ആരോടും സൊള്ളിയിട്ടില്ല. പിന്നെന്താ ഫോൺ കാണിച്ച? അത് കണ്ട നീ ഞെട്ടുവേ. അത്രയ്ക്ക് ബിസിനസ് ഡീലിങ്ങൾ അതിനകത്ത്. കേട്ടാ നീ ഞെട്ടും. ഓ, ചില നേരത്തെ എന്റെ തന്നെ തലവരുക്ക് ഇത് കണ്ട. ഓ എന്റെ പൊന്നെ, ആരെങ്കിലും കണ്ട എന്റെ തല പോക്ക. അല്ലെങ്കിൽ നിങ്ങളുടെ തല പോക്ക. എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെന്തിനാ ഇവിടെ എന്നാ ചോദിച്ചത്? എന്റെ കഴുത്തിൽ കെട്ടാൻ. അയ്യോ കിയോന്നൊന്നുമില്ല. മര്യാദക്ക് ഇതിപ്പോ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തന്നില്ലെങ്കിൽ സിന്ധു ആരാന്ന് നിങ്ങൾ അറിയും. സിന്ധു, അത് ചുമ്മാ കളിക്കില്ല നീ. കളിയല്ല, കല്യാണം. നിങ്ങൾ ഇപ്പോ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തരുന്നോ, അതോ ഞാൻ മൈഥിലിയെ വിളിച്ച് മുഴുവൻ സത്യവും പറയണോ? നീ എന്തോടി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതെ, എന്താ സംശയം? ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് തന്നെയാ. നിങ്ങക്ക് വല്ലതും ചെയ്യാനുണ്ടോ? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? ധർമ്മസങ്കടത്തിലായത് ഞാനല്ലേ? മൈഥിലിയുടെ മുഖം കാണുമ്പോ എന്റെ ചങ്ക കത്തുവാ. ഓ, നീ എന്തിനാണ് അവളുടെ മുഖം നോക്കാൻ പോകുന്നത്? അവളും ഞാനും ഒരേ വർഗം ആയതുകൊണ്ട്. ഓ, നീ അപ്പൊ ഇവിടെ ഫെമിനിസം കളിക്കാൻ വന്നല്ലേ?
അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ ഒതുക്കിയത് ഒരു വിധത്തില്. ഇനി നിന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ദേ നേരം പോവാ. അത് മാറ്റ്. വർത്താനം പറഞ്ഞു നിൽക്കാതെ താലി കെട്ട്. സിന്ധു, ഞാൻ നിങ്ങളിത് കെട്ടുന്നോ അതോ ഞാൻ നിങ്ങളുടെ ഭാര്യയെ വിളിക്കണോ? എടി, നമ്മുടെ നിയമം അനുസരിച്ചേ ഒരു ഭാര്യ ഉള്ളപ്പോ വേറൊരാളെ കെട്ടിക്കൂടാ. ഓഹോ, ഒരു ഭാര്യ ഉള്ളപ്പോ മറ്റൊരുത്തിയെ വഴിപിഴപ്പിക്കുന്നതിന് ഈ നിയമമൊന്നും ബാധകമല്ലല്ലോ. അയ്യോ, മര്യാദയ്ക്ക് നിങ്ങൾ എന്നെ കെട്ടുന്നതായിരിക്കും നല്ലത്. കെട്ട് സിന്ധു. കെട്ടാൻ. ശരി, കെട്ട. പക്ഷെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആൾ അറിയരുത്. കെട്ട്. എന്നാലും എന്റെ സിന്ധു. ചേട്ടനൊരു കാര്യം.
വാതിലൊട്ടിപ്പോയ